നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ മൂന്നാമത്തെ ചക്രമായ മണിപൂര ചക്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് ചക്രങ്ങളെക്കുറിച്ച് പറഞ്ഞു. മൂലാധാര ചക്രം, സ്വാധിഷ്ഠാന ചക്രം. മൂന്നാമത്തേത് മണിപൂര ചക്രം. ഈ മണിപൂര ചക്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് അറിയാമോ? സ്വാധിഷ്ഠാന ചക്രത്തിന് മുകളിലായി നാഭീഭാഗത്താണ് മണിപൂര ചക്രത്തിൻ്റെ സ്ഥാനം. അത് നാഭിയുടെ തൊട്ട് മുകളിലായി സുഷുപ്ന നാഡിയുമായി ബന്ധപ്പെട്ട് നാഭീസ്ഥാനത്ത് മണിപൂര ചക്രം സ്ഥിതി ചെയ്യുന്നു. ഇനി മണിപൂരം എന്നാൽ ശരിയായിട്ട് അർത്ഥം രത്നങ്ങൾ, മണി, രത്നങ്ങൾ, പേൾസ്. ഈ മണിപൂര ചക്രത്തിലാണ് പേൾസ് കിടക്കുന്നത്. അതായത് പൂർണ്ണമായിട്ടുള്ള ആ സന്തോഷത്തിൻ്റേതായിട്ടുള്ള ഊർജം കിടക്കുന്നത് നാഭീഭാഗത്താണ്. അതുകൊണ്ടാണ് നമ്മൾ ചിരിച്ച് നമ്മൾ ഒരുപാട് ചിരിക്കുമ്പോൾ എനിക്ക് വയറുവേദനയായിട്ട് ചിരിച്ച് എൻ്റെ വയറുവേദനയായി എന്നൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം അവിടെയാണ്. നാഭീഭാഗത്താണ് ജോയ്, സന്തോഷം, അതുപോലെ തന്നെ ജനറോസിറ്റി, ഉദാരതയും കിടക്കുന്നത് നമ്മളുടെ നാഭീഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മണിപൂര ചക്രത്തിലാണ്. അതുമാണ് അതിന് മുത്ത് എന്ന് പറയുന്നത്. മണിപൂരം എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. മണിപൂര ചക്രം അഗ്നിതത്വത്തെ പ്രതിനിധീകരിക്കുന്നു. മൂലാധാര ചക്രം ഭൂമി തത്വത്തെയും സ്വാധിഷ്ഠാന ചക്രം ജലതത്വത്തെയും ആണ് പ്രതിനിധീകരിക്കുന്നതെങ്കിൽ മണിപൂര ചക്രം അഗ്നിതത്വത്തെ പ്രതിനിധീകരിക്കുന്നു. ഇതിൻ്റെ അടയാളം എന്താണ്? 10 ദളങ്ങളുള്ള മഞ്ഞത്താമരയ്ക്ക് നടുവിലായി ചുവന്ന തലകീഴായി കിടക്കുന്ന ത്രികോണാകൃതിയുള്ള യന്ത്രം. ഇതാണ് മണിപൂര ചക്രത്തിൻ്റെ അടയാളം. ഇനി ഇതിൻ്റെ ബീജമന്ത്രം എന്താണ്? രം ആണ് മണിപൂര ചക്രത്തിൻ്റെ ബീജമന്ത്രം. ഈ മണിപൂര ചക്രം ഉണർന്നാൽ അത് ചെയ്യുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ നമ്മൾ പറയും ഒരു സാധകന്, എന്താണ് ഗുണമുണ്ടാകുന്നത്? അയാൾക്ക് സമ്പൂർണ്ണ ജ്ഞാനവും ഐശ്വര്യവും നമ്മുടെ ഈ ശരീരത്തെക്കുറിച്ചുള്ള പൂർണ്ണ ബോധവും ഉണ്ടാക്കുന്നു. അപ്പോൾ സ്വാധിഷ്ഠാന ചക്രത്തിലാണ് നമ്മളുടെ സന്തോഷവും ജോയ് ആൻഡ് ജനറോസിറ്റി കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരാൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ സ്വാധിഷ്ഠാന ചക്രം ഉണർന്നു എന്നാണ് അർത്ഥം. അയാൾക്ക് ആത്മീയമായ ഒരു സന്തോഷം, അയാൾക്ക് ശരീരത്തെക്കുറിച്ചുള്ള അറിവ്, ജ്ഞാനം അയാളിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അയാൾ സ്വാധിഷ്ഠാന ചക്രത്തിൽ നമ്മുടെ കുണ്ടലിനി ശക്തി ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി എന്നർത്ഥം. അപ്പോൾ കുണ്ടലിനി ശക്തി നമ്മുടെ മൂലാധാരത്തിൽ നിന്ന് സ്വാധിഷ്ഠാനം വഴി മണിപൂര ചക്രത്തിലേക്ക് എത്തുമ്പോൾ അവനിൽ സന്തോഷവും ജനറോസിറ്റിയും ഉണ്ടാകുന്നു. അതോടൊപ്പം സമ്പൂർണമായ ജ്ഞാനവും ശരീരബോധവും ഐശ്വര്യവും ആ വ്യക്തിക്ക് ഉണ്ടാകുന്നു. ഈ മണിപൂര ചക്രം അഗ്നിതത്വത്തെ പ്രതിനിധീകരിക്കുന്നതുകൊണ്ട് മണിപൂര ചക്ര ധ്യാനം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അഗ്നിഭയവും രോഗഭയവും ഇല്ലാതാകുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇനി നമ്മൾ മണിപൂര ധ്യാനം എങ്ങനെയാണ് ചെയ്യുക? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ വൃത്തിയുള്ള ഒരു സ്ഥലത്ത് നമുക്ക് സുഖകരമായിട്ടുള്ള ഒരു ആസനത്തിലിരുന്നു കൊണ്ട് നമ്മളുടെ പൂർണ്ണമായ ശ്രദ്ധ നാഭിയുടെ മുകൾ ഭാഗത്തേക്ക് കൊണ്ടുവന്ന് മൂലമന്ത്രമായ രം എന്ന പദം മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് ചാൻറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ കുണ്ടലിനി ശക്തിയെ സ്വാധിഷ്ഠാന ചക്രത്തിൽ ചലിപ്പിക്കണം. അപ്പോൾ നമ്മളുടെ ജനറോസിറ്റി, അതോടൊപ്പം നമ്മളുടെ സന്തോഷം, അത് നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കുന്നതായിട്ട് കാണാം. ഇത് ഒരു പാഠ്യ വിഷയമായി എടുക്കുക, സംശയങ്ങളെല്ലാം എഴുതി വയ്ക്കുക. എന്നിട്ട് നമ്മൾ
ചക്ര ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കും. വീണ്ടും നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അത് ഒരു പ്രചോദനമാണ് സത്യത്തിൽ. കൂടുതൽ കൂടുതൽ പേരെ ഈ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. ഇനി നമ്മൾ തുടർച്ചയായിട്ടാണ് ജ്ഞാനങ്ങളിലേക്ക് വരുന്നത്. നമ്മൾ തുടർച്ചയായിട്ട് ജ്ഞാനം നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് ഈ പ്രഭാഷണം സ്വീകരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയിൽ അത് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മളുടെ ഈ പ്രഭാഷണത്തിൻ്റെ റിസൾട്ട്. അതുതന്നെയാണ് ലക്ഷ്യം. നമുക്ക് വീണ്ടും നാളെ കാണാം.